വളരെ പ്രസക്തവും പ്രധാനവുമായ ഒരു വിഷയമാണ് ഈ വർഷത്തെ കൺവെൻഷന്റെ ചിന്താ വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. मैं इससे खुश हूँ क्योंकि इस साल की कन्वेंशन की मुद्दे के तौर पर, उसका विषय के तौर पर चुना हुआ एक अनुग्रहीत, बहुत प्रसक्त, एक गंभीर रूप से हम देखना चाहिए, ऐसा विषय के लिए प्रभु का धन्यवाद देता हूँ. विटनेस, वर्शिप एंड वर्क. और परमेश्वर को और विटनेस, प्रभु का साक्षी बनना, आराधना करना और उसको शुश्रूषा, सेवा करना, कार्य करना, ये विषय के लिए धन्यवाद. ഇതിൽ ഓരോന്നിനെക്കുറിച്ചും ദീർഘമായി സംസാരിക്കാൻ ആവശ്യമുണ്ട്. അനുഗ്രഹീത ദൈവവൃത്തന്മാർ ഇതിനെക്കുറിച്ച് വിവിധ തലങ്ങളിൽ നമ്മളോട് ഈ ദിവസങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. और उन तमाम बातों के बारे में विस्तार से कहना जरूरी है, लेकिन हमारे पास समय नहीं, इतना नहीं, और हर दिन हम लगातार इस विषय के संबंध में हम सुनते ही आ रहा है. ലോകത്തെയും നമ്മുടെ ജീവിതത്തെയും നിയന്ത്രിക്കുന്നത് ആശയങ്ങളാണ്. और हमारा इस संसार में हमारा विचारों को आशय के द्वारा संचालित किया जाता है. ആശയങ്ങളെ നിയന്ത്രിച്ചാൽ സമൂഹത്തെ നിയന്ത്രിക്കാൻ കഴിയും. अगर हमारी आशयों को अगर हम नियंत्रण करें, पूरी तरह से इस संसार को नियंत्रण कर सकता है. നമ്മളെക്കാൾ ആ സത്യം പിശാചിനറിയാം. और हमसे बढ़कर इसी हकीकत को शैतान भली भांति समझती है. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അവിടുത്തെ തിരുവചനത്തിൽ കൃത്യമായ ആശയങ്ങൾ വളരെ കൃത്യതയോടെ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. और इसलिए पवित्र आत्मा ने वचन के अंदर उसका एकदम ठीक ठीक से उसी वचन को दिया गया. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ ആശയങ്ങൾ വചനത്തിന്റെ വെളിച്ചത്തിൽ വിലയിരുത്തി തിരുത്താൻ ആവശ്യമുള്ള തിരുത്തുന്നത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് അനുഗ്രഹമാണ്. और जहाँ पर इसलिए हमारा जीवन में जब हमें ठीक करना है, वहाँ पर वचन की आधारित मरम्मत करना अनिवार्य है. ഇതൊരു ബൈബിൾ ക്ലാസ് ആണല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കുകയും നിങ്ങൾ ന്യായമായി എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടായാൽ യോഗാനന്തരം നിങ്ങൾ ചോദിക്കുവാൻ സന്മനസ് കാണിക്കുകയും ചെയ്യണമെന്ന് പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. और शुरुआत में ये कहना चाहता हूँ, और ये एक बाइबल की अध्ययन है, इसलिए इसी बात को ध्यान पूर्वक सुनना. अगर आपको किसी बात में समझ में नहीं आया, इसी क्लास के बाद मुझसे पूछना, मैं उससे विस्तार से आपको कहूँगा. പ്രിയ ദൈവമക്കളെ, ദൈവം തന്നിൽ തന്നെ സർവ സമ്പൂർണനാണ്. और प्रियो, परमेश्वर अपने आप से संपूर्ण है. നാം നിർവഹിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയ ഉത്തരവാദിത്തങ്ങൾ ഒന്നും ദൈവത്തിന് ഏതെങ്കിലും നിലയിൽ ഗുണകരമാകുവാൻ നിയമിക്കപ്പെട്ടിട്ടുള്ളവയല്ല. और हमें करने के लिए दिया हुआ किसी भी बात और परमेश्वर के लिए वो बात परमेश्वर को कोई उनके लिए हित पर, उनका गुण के लिए दिया नहीं है. നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ മഹത്വം ഏതെങ്കിലും ഒരളവിൽ വർദ്ധിക്കുവാൻ ഇടയാകത്തക്കതുപോലെ അപൂർണമല്ല. और हम परमेश्वर को ध्यान से सुनिएगा, हम आराधना करते हैं, परमेश्वर को महिमा कर देते हैं. हम महिमा देने से परमेश्वर की महिमा बढ़ता नहीं है, क्योंकि ऐसा बढ़ चढ़ाव होने वाला महिमा नहीं है. प्रभु 50-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ കാളകളുടെ മാംസം തിന്നുമോ കോലാട്ടുകുറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ദൈവം ചോദിക്കുക. और 50वीं भजन संहिता की 13 पद में ऐसा लिखा है, क्या मैं बैलों की खून पिएगा क्या, मैं भेड़ बकरियों की चर्बी में खाएगा क्या? അപ്പം നമുക്ക് ചിന്തിക്കാം, പിന്നെ എന്തിനാ ഈ രക്തച്ചൊരിച്ചിലോടുള്ള യാഗങ്ങളും മേധസ് അർപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നത് എന്തിനാ? और ऐसा नहीं है तो फिर क्यों जो भेड़ बकरियों को चर्बी को चढ़ाना है, आराधना करना है करके बाइबल में क्यों लिखा है? ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ എന്തിനാ പറഞ്ഞേക്കുന്നതെന്ന്. और परमेश्वर का अगर इसका कोई जरूरी नहीं है तो वचन में क्यों लिखा है ये करो? അത് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയും നമ്മുടെ രൂപാന്തരത്തിന് വേണ്ടിയും നിയമിക്കപ്പെട്ടിരിക്കുന്നവയാണ്. वो क्यों दिया है? वो हमारी ही अनुग्रह के लिए, हमारी आशीषों के लिए परमेश्वर दिया गया है. സകല ആത്മീക ശുശ്രൂഷകളും നമ്മുടെ രൂപാന്തരത്തിനും അനുഗ്രഹത്തിനും നിത്യജീവനായുള്ള ഒരുക്കത്തിനുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇത് हमारे लिए दिया हुआ सारे आत्मिक सेवकाई हमारी आत्मिक उन्नति के लिए, हमारी आत्मिक रूपांतरण के लिए, हमारी आत्मिक अभिवृद्धि के लिए ही दिया गया है. അതുകൊണ്ട് ക്രിസ്തീയ സാക്ഷ്യം, ക്രിസ്തീയ ആരാധന, ക്രിസ്തീയ സേവനം എന്നിവയെക്കുറിച്ച്
കുറിച്ചുള്ള നമ്മളെ ആശയങ്ങളെ തിരുവചന വെളിച്ചത്തിൽ നിന്ന് വിലയിരുത്താൻ അല്പസമയം നമുക്കൊന്ന് എടുക്കാം. और इसलिए आत्मिक आराधना के बारे में और मसीही कार्य के बारे में, मसीही गवाही के बारे में हम थोड़ी समय गहराई से मनन करें. എനിക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഭാഗം ഈ മൂന്ന് ശുശ്രൂഷകളും പരസ്പരമുള്ള സംയോജനത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ്. और मुझे ये बात दिया गया है, ये तीनों किस तरह से एकता में आ जाता है. ഇത് മൂന്നും ഓരോന്നും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റിൽ ഒന്ന് മറ്റൊന്നിൽ നിന്ന് ബന്ധമില്ലാത്തവയായി നിൽക്കുന്നവയല്ല, ഇവ മൂന്നും പരസ്പരം ബന്ധപ്പെട്ടവയാണ്. और यहाँ पर दिया गया ये तीनों बात एक दूसरे से परिपूरक है, ये एक दूसरे से मिलजुल कर संबंध में है. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഈ മൂന്നും ആരാധന എന്ന ഒറ്റ ആശയത്തിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്നു. और हम ये कह सकता है ये तीनों बात को आराधना शब्द की अंदर पूरी तरह से सम्मिलित है. കാലത്തിൻ്റെ കടന്നുപോക്കിൽ നമ്മുടെ ആശയങ്ങളിൽ അല്പം ഒരു പരിണാമമുണ്ടായിട്ടുണ്ട്. അത് പുരോഗമനമാണോ അധോഗമനമാണോ എന്നുള്ളത് നമ്മൾ തന്നെ പരിശോധിക്കണം. ആരാധന എന്ന് പറഞ്ഞാൽ നാം എന്താണ് ഇന്ന് ചിന്തിക്കുന്നത്? और समय चलते ही इसी बात में हमें थोड़ा कुछ गलत समझ हमारा जीवन में आ गया है. वो सही है या नहीं मैं नहीं जानता हूँ. वो हम आराधना के बारे में लोगों को गलत फहमी भी हुआ है. എനിക്ക് തോന്നുന്നു ഒരു 90% ദൈവമക്കളും ചിന്തിക്കുന്നത് ആരാധന എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടി വന്ന് അല്പസമയം ആർത്ത ഉല്ലസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അങ്ങനെ ദൈവാത്മാവ് നിയോഗം തന്നാലും അല്ലെ തന്നെത്താൻ ഉണ്ടാക്കിയാലും ഒരിത്തിരി അന്യഭാഷ പറഞ്ഞ് ഇത്തിരി ആവേശത്തോടെ ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയും ചെയ്യുന്നതാണ് ആരാധന എന്നുള്ള ഒരാശയം എങ്ങനെയോ നമ്മുടെ മനസ്സിലങ്ങ് ഉറഞ്ഞുകൂടിപ്പോയി. और किसी भी रीति से हमारी मन के अंदर ऐसा एक विचार हमारे अंदर बैठ गया है, सभी लोग मिलकर आकर कुछ हम आवाज कर आराधना करें, कुछ समय आराधना करें, कुछ गीत गाए, कैसे भी हो ये अंदरूनी बात से नहीं निकलते तो भी कुछ आवाज करके थोड़ा अन्य भाषा करके पूरा करते हैं तो हम संतृप्त हो जाता है, हम समझता है वो ही आराधना है. എന്നാൽ പ്രിയ, എനിക്കറിയാം എൻ്റെ ചുരുങ്ങിയ സമയം കൊണ്ടുള്ള ഈ ക്ലാസ്സിൽ ഈ ആശയം മുഴുവൻ അങ്ങ് ഉരുക്കിക്കളയുവാനും മാത്രം ഉള്ള സാധ്യത ഇല്ല. എങ്കിലും അത്യാവശ്യമായി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ല എന്നുള്ള കുറ്റം എൻ്റെ മേൽ വരാതിരിക്കേണ്ടതിന് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. मैं जानता हूं मेरा जो संक्षिप्त समय के अंदर आपकी हृदय के अंदर एकदम रूट से बैठा हुआ इसी बात को पिघलवा कर उसको बदल कर रखने के लिए ये समय पूरा नहीं, ये काम नहीं होगा. लेकिन फिर भी मेरा दायित्व बनता है उसके बारे में कुछ बात आप तक पहुंचाए. റോമാലേഖനം 1:10 പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, സുവിശേഷ ഘോഷണത്തിൽ ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. और पौलुस ने रोमियों की पत्र उसका पहले अध्याय उसका 10वीं आयत में यूं लिखा है, मैं आत्मा में परमेश्वर की सुसमाचार की सेवकाई में मैं आत्मा में आराधना करने वाला परमेश्वर मेरा गवाह है. സുവിശേഷ ഘോഷണം എന്നുള്ളത് ആരാധനയിൽ ഉൾപ്പെടുന്നതാണ്. सुसमाचार की घोषणा है, आराधना का एक भाग है. അപ്പോൾ വിറ്റ്നസിംഗ് എന്ന് പറയുന്നതും വർഷിപ്പ് എന്ന് പറയുന്നതും ചേർന്ന് പോകുന്നു നമുക്ക് മനസ്സിലാക്കാം. ऐसा है तो हम गवाह बनना और आराधना करना एक दूसरा से मिलजुल कर जा रहा है. ആരാധന എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിന് ഒന്നാമത്തെ ദിവസം ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ ടി വത്സൻ എബ്രഹാം അവർകൾ ഒരു വാക്ക് നിർവചനമായി പറഞ്ഞത് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. അദ്ദേഹം നമ്മോട് പറഞ്ഞു, ആരാധന എന്നാൽ യാഗമാണെന്ന് പറഞ്ഞു. और आराधना के बारे में और जो इसी सभा की आरंभ में डॉक्टर टी वल्सन अब्राहम की द्वारा दिया गया संदेशों में कितना जन ने ध्यान किया है मैं नहीं जानता हूँ. उसने कहा हुआ शब्द इस प्रकार था, आराधना का मतलब अर्पण करना है, चढ़ाना है. ആരാധന യാഗമാണ്. പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത് നാം നമ്മെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്ന അർപ്പണമാണ്. और आराधना नया करार की तौर पर आराधना क्या है? अपनी शरीर को, अपनी मन को, सबको
एक यज्ञ की तौर पर, बलि की तौर पर हम वेदी में चढ़ाता है, उसको आराधना कहता है। അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ആർത്ത ഉല്ലസിച്ച് സന്തോഷത്തോടെ ദൈവത്തെ പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. और उसका एक भाग है हम हर्षनाद के साथ, उल्लास के साथ परमेश्वर को थोड़ी समय गाकर महिमा करना. ബഹുമാന്യരായ എൻ്റെ കർത്തൃ ശുശ്രൂഷന്മാരായ കൂട്ടു സഹോദരങ്ങളോട് പലപ്പോഴും ഞാൻ ഈ പാസ്റ്റേഴ്സ് കോൺഫറൻസിലൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് ഇനി നമുക്ക് ഇച്ചിരി നേരം ആരാധിക്കാമെന്ന് പറയരുത്, നമുക്കിനി ഇച്ചിരി നേരം ആർത്ത് ഉല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം എന്ന് പറയണം എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു. और मैं कई बार ऐसा दोहरा रहा हूँ, खास तौर पर जो सेवकों की मीटिंग के अंदर मैं इस तरह से कहता हूँ, जो गीत गाते हैं ऐसा लोगों को आओ हम खड़े होकर आराधना करें, ऐसा मत कहना. हम अरे खड़े होकर हर्षनाद करें, आर्त उल्लास के साथ जोश घोषणा जिदिकार हम थोड़ी समय परमेश्वर के सामने करें. ആരാധന സമയബന്ധിതമല്ല, സ്ഥലബന്ധിതമല്ല. आराधना समय संबंधित या एक स्थल से संबंधित वहीं पर नहीं होता है आराधना. നമ്മുടെ മുഴുജീവനും ദൈവത്തിന് മഹത്വമായി യാഗമായി അർപ്പിച്ച് ജീവിക്കുന്ന ജീവിതമാണ് ആരാധന. समय क्या स्थल से सीमित नहीं होता, परंतु हमारा पूरा जिंदगी से संबंधित है, पूरा जिंदगी है, वही है आराधना. നമുക്കറിയാം റോമാലേഖനം ദൈവവചനത്തിൽ വളരെ ആഴമായ ആത്മീയ സത്യങ്ങളുടെ ക്വിൻറ്റസെൻസ് അത് ഉറച്ചുകൂട്ടി ചുരുക്കം കൂട്ടി കാച്ചി കുറുക്കി നമുക്ക് പൗലോസ്ലീഹായുടെ പരിശുദ്ധാത്മ തന്നിരിക്കുക. और रोमियों की पत्री के अंदर हम जानते हैं आराधना के बारे में सारे इस बातों को संक्षिप्त में उसका निचोड़ बनाकर पौल प्रेरित ने हमें दिया. അതിന്റെ ആദ്യത്തെ 11 അധ്യായങ്ങൾ താത്വികമാണ്, ഡോക്ട്രിനലാണ്. और उसका 11 अध्याय तक, रोमी 1 से 11 अध्याय तक उसका प्रैक्टिकल और प्रायोगिक जीवन के लिए उपदेश की तौर पर दिया गया है. ആ 11ാമത്തെ അധ്യായം ഉപസംഹരിക്കുന്നത് ദൈവത്തിന്റെ ധനജ്ഞാനം അറിവ് എന്നിവിടെ ആഴമേ, അവന്റെ വഴിയിലെ അപ്പുറമേ, അവന്റെ വിധികളെ അഗോചരവുമാകുന്നു. അവന് മന്ത്രിയായിരുന്നവൻ ആര്, അവന് മുമ്പേ വല്ലതും കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആര്, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു, അവനെന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ, ആമേൻ എന്ന് പറഞ്ഞ ലേഖനം ഉപസംഹരിക്കുന്നത് പോലെ. और रोमी की पत्री उसके आखिरी 11 अध्याय की आखिरी बातों में जब हम आते हैं तो उस तरह से पौल कहता है, हे परमेश्वर का ज्ञान, बुद्धि और विवेक की अथाह, उसकी उठान कितना गहरे है, और उसका बुद्धि कौन समझ सकता है, उनका मंदिर किसने बना है, और उसको प्रतिफल कौन दे सकता है करके बोलकर वो जा रहा है. അത് ഉപസംഹരിച്ച ശേഷം 12ാം അധ്യായം മുതൽ പ്രായോഗിക പ്രബോധനങ്ങൾ, ഡോക്ട്രിൻ കഴിഞ്ഞിട്ട് പിന്നെ പ്രായോഗിക പ്രബോധനങ്ങൾ നൽകിയിരിക്കുക. और 11 अध्याय तक उसने कुछ नियम के बारे में बताने के बाद, उपदेश बताने के बाद 12 अध्याय से हमारा प्रायोगिक जीवन में हम किस तरह से उसको लागू करना है उसके बारे में लिख रहा है. ആ പ്രായോഗിക പ്രബോധനങ്ങളും അങ്ങ് ചുരുക്കി കൂട്ടി ശക്തമായി പറഞ്ഞിരിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവീൻ. ഈ ലോകത്ത് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണ ദൈവഹിതം ഇന്നും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. और वहां पर आराधना के बारे में 12 अध्याय उसके पहले और दूसरा आयतों में किस तरह से पौलुस कहता है, इसलिए है भाइयों तुम परमेश्वर की दया स्मरण दिलाकर विनती करता हो कि अपने शरीरों को जीवित, पवित्र और परमेश्वर का भावता हुआ बलिदान करके चढ़ाओ, ये तुम्हारी आत्मिक सेवा है. इसी संसार के सदस्य ना बनो, परंतु तुम्हारे मन के नया होने जाने के कारण तुम्हारा चाल चलन भी बदलता जाए, जिससे तुम परमेश्वर की भली बांधी संबद्धि को समझ सकता है. അപ്പൊ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് ഒറ്റ വാക്കിൽ ഒതുക്കിയാൽ അതിന് പറയാവുന്ന വാക്കാണ് ആരാധന. हमारा प्रायोगिक मसीही जीवन को पूरी तरह से हम एक ही शब्द में संक्षिप्त करें तो उसको यूं कह सकता है, वो ही आराधना. അതിൽ സുവിശേഷ ഘോഷണമുണ്ട്, ആത്മീയ കൂട്ടായ്മയുണ്ട്, ആത്മാവിൽ ദൈവത്തിന് വിശുദ്ധരായി സമർപ്പിക്കപ്പെട്ട അനുഗ്രഹീതമായ ജീവിതമുണ്ട്. ഇതെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. इसी आराधना के अंदर हमारी आराधना होता है, हमारा साक्षी होता है, हमारा गवाही बनना होता है, हमारा प्रायोगिक मसीही जीवन उसके अंदर होता है, सारे कार्य उसके अंदर सम्मिलित है. നാം നമ്മെ തന്നെ ദൈവത്തിന്
ഒരു യാഗമായി സമർപ്പിക്കുകയാണ്. और हम अपने आप को परमेश्वर के लिए एक बलिदान की समान अर्पण करते हैं. നമ്മുടെ ജീവിതത്തിന് മാതൃക കാണിക്കാൻ കൂടിയാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് ലോകത്തിൽ വന്നത്. और हमारी प्रायोगिक जीवन के लिए एक नमूना मिसाल बनने के लिए भी यीशु मसीह संसार में आया. വാഴ്ത്തപ്പെട്ട കർത്താവ് ലോകത്തിൽ വന്ന് നമുക്ക് മാതൃക കാണിച്ചപ്പോൾ കർത്താവ് തന്നെ നമുക്ക് വേണ്ടി വഴിപാടും യാഗവുമായി അർപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. और हमारे लिए सदृश बनने के लिए आया हुआ प्रभु यीशु मसीह हमारे लिए एक अर्पण और एक बलिदान की समान हमारे लिए बलि चढ़ाया गया है ताकि वो मिसाल बन सके. എഫേസ്യർ 5-2 വാക്യത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നു. എടുത്തെങ്കിലും ഇത് വേഗം വായിച്ചാൽ നന്നായിരിക്കും. എഫേസ്യർ 5:2 एफेसियों की पत्री 5:2. വായിച്ചോളൂ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെ താൻ ദൈവത്തിനു സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. നമ്മൾ നടക്കാനുള്ള ഒരു മാതൃക കർത്താവ് കാണിച്ചിരിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ 9 എബ്രായ ലേഖനം 9-14 വാക്യത്തിൽ വായിക്കുന്നു, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു എന്ന്. और यहाँ पर हमारे लिए जिस तरह से हम चाल चलना चाहिए उसके बारे में एफेसियों की पत्री 5 उसका 2 पद में लिखा है. और इब्रानियों की पत्री 9 उसका 14 पद में भी वो हमारे लिए भट बनकर हमारे लिए एक नमूना बनकर रहा करके लिखा है. ഈ ലോകത്തിന് അനുരൂപരാകാതെ ഈ ലോകത്തിൽ സ്വർഗീയന്മാരായി ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ഒക്കുകയില്ല. इसी संसार में संसार का सदृश्य ना बने और अलग जीना है उसके लिए पवित्र आत्मा की सहायता बिना वो नहीं हो सकता. എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. और हमारा महिमामय मसीह हमारे लिए एक संपूर्ण मनुष्य और संपूर्ण परमेश्वर बनकर ही हमारा बीच में रहा. അവിടുന്ന് ദൈവമായതിനാൽ സർവശക്തനായതിനാൽ ഏത് ശുശ്രൂഷയും അവിടുത്തെ ദൈവത്വത്തിൽ കർത്താവിന് നിർവഹിക്കാം. और प्रभु यीशु मसीह सर्वशक्तिमान होने के कारण उनको सब कुछ कर सकता था. എന്നാൽ അപൂർവമായ ചില പ്രത്യേക ശുശ്രൂഷകൾ ഒഴികെ ബാക്കി എല്ലാ ശുശ്രൂഷകളും കർത്താവ് മനുഷ്യത്വത്തിന്റെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാലാണ് നിർവഹിച്ചത്. और कुछ खास बात छोड़कर बाकी सब कुछ यीशु मसीह उनका शरीर में मनुष्यत्व की शरीर में रहकर पवित्र आत्मा की सहायता से ही वो काम किया है. എന്തിന്? നമുക്ക് മാതൃക കാണിക്കാൻ. और क्यों? हमें एक नमूना बनने के लिए. കർത്താവ് പരിശുദ്ധാത്മാവിനെ ശുശ്രൂഷിച്ചത് കൊണ്ടാണ് കർത്താവിന്റെ മക്കളാകുന്ന നമുക്കും കർത്താവ് ചെയ്ത അതേ ശുശ്രൂഷകൾ മനുഷ്യരെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. और प्रभु यीशु मसीह में पवित्र आत्मा का मदद से काम करने के कारण बाइबल कहता है और हमें भी इसी कार्य पवित्र आत्मा में भरोसा रख कर सकता है. കർത്താവ് പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷ ചെയ്തത് നമുക്ക് മാതൃകയായിരിക്കുന്നതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു, ഞാൻ ചെയ്ത ശുശ്രൂഷ നിങ്ങൾ ചെയ്യും, പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുമെന്ന്. और यीशु मसीह इसलिए कहा है मैं स्वर्ग में जो जा रहा हूं इसलिए जो काम मैंने किया है वो पवित्र आत्मा तुम पर आने के कारण उससे बढ़कर भी तुम लोग करेगा. അവിടെ അധികം ചെയ്യുമെന്ന് പറയുന്നത് വെറൈറ്റിയിലല്ല, ക്വാണ്ടിറ്റിയിലാണ്. ഞാൻ ചെയ്തതിൽ നിന്നും വിവിധങ്ങളായവ ചെയ്യുമെന്നല്ല, ഞാൻ ചെയ്ത ശുശ്രൂഷകൾക്ക് അതിനെ അളവിൽ വർദ്ധിച്ച് ചെയ്യുമെന്നാണ് കർത്താവ് പറഞ്ഞത്. और उससे बढ़कर भी करेगा उसका मतलब यूं नहीं और उसका अलग रीति से करेगा, परंतु उसका मतलब यह है उससे ज्यादा संख्या में आप करेगा. അല്ലെങ്കിൽ ഏത് ഗുരുത്തക്കേടും കാണിച്ചേച്ച് കർത്താവ് ജനയേക്കാൾ കൂടിയ ശുശ്രൂഷ ചെയ്തെന്ന് പറയാമല്ലോ. ऐसा है तो कुछ ना कुछ गलत भी काम करने के बाद कहेंगे यीशु ने बोला था उसे बड़ा भी करेगा. കർത്താവ് നിത്യാത്മാവിനാൽ തന്നെ അർപ്പിച്ചതുപോലെയാണ് നാമും പരിശുദ്ധാത്മാവിനാൽ നമ്മെ തന്നെ യാഗമായി അർപ്പിച്ച് ദൈവമഹത്വത്തിനായി ജീവിക്കുന്നത്. और यीशु मसीह ने जिस तरह से सनातन आत्मा के द्वारा परमेश्वर के सामने निर्दोष चढ़ाया है उस तरह से हमारा भी जीवन परमेश्वर के लिए समर्पित करके हमको भी देना है. നമുക്കറിയാമല്ലോ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവസാനത്തുള്ളി
രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. हम जानते हैं हमारा प्रभु यीशु मसीह उनकी आखिरी बूंद खून तक हमारे लिए बहा कर दिया है. ഗതസമന മുതൽ തുടങ്ങിയ പീഡനങ്ങളും കഷ്ടങ്ങളുമായിരുന്നു. और गतसमना से लेकर उसने कष्ट और दुख उठा लिया. ശരീരമാസകലം ശിരസ് മുതൽ പാദം വരെ രക്തം ഒഴുകുകയാണ്. और उनका यीशु मसीह का सिर का चोटी से लेकर उसका नीचे नख तक ऐसा लहू बह रहा था. ഒരു ഒടുവിൽ ഒരു പടയാളി വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു. आखिरी में जब एक सिपाही ने उसका भालो मारा, भाला मारते ही वहां से खून और पानी दोनों साइड बाग में से निकला. ഒരു തുള്ളി രക്തവും ആ ശരീരത്തിൽ ശേഷിച്ചിരുന്നില്ല. और उनका शरीर में एक बूंद खून भी वहां बर्बाद ഇവിടെ ഒരാൾ ഒരു ആക്സിഡന്റ് ആയി മുറിവേറ്റ വഴിയിൽ കിടന്ന് മരിച്ചാൽ രക്തം വാർന്ന് 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 പതിയെ പതിയെ ബോധം കെട്ട് മരണത്തിലേക്ക് വഴുതി വീഴുകയാണ്. और देखिए एक बार एक व्यक्ति अकस्मात में गाड़ी की अकस्मात में मर जाता है. रोड पर गिर कर उनका शरीर में से लहू बहकर और धीरे होकर आखिरी बूंद खून तक जाकर. എന്നാൽ നമ്മുടെ കർത്താവ് അവസാനത്തുള്ള രക്തം നമുക്ക് ഊരി തന്നെങ്കിലും ഇങ്ങനെ പതിയെ പതിയെ ബോധം കെട്ട് മരണത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നില്ല. അവസാന നിമിഷം വരെയും പൂർണ്ണ സുബോധത്തോടെ ഒടുവിൽ എൻ്റെ കർത്താവ് വിജയഭേരി മുഴക്കി സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞിട്ട്, പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു. അതെങ്ങനെ സാധിച്ചു? അത് പരിശുദ്ധാത്മാവിനാലാണ് നടന്നത്. जब एक व्यक्ति अकस्मात में मर जाता है तो उसको लहू बहकर बेहोश होकर मर जाता है. लेकिन मेरा यीशु मसीह ऐसा धीरे धीरे बेहोश होकर नहीं मरा. एकदम पूरा होश में होकर उसने अपनी आप से आखिरी बूंद खून तक बहाकर आखिरी में ऐसा कहा है, सब कुछ पूरा हो गया है. हे मेरा पिता मेरा आत्मा को आपकी हाथ में सौंपता हम करके आखिरी में उसने श्वास छोड़ा. वो कैसे गठा है? കർത്താവ് നിത്യാത്മാവിനാൽ ദൈവത്തിന് യാഗമായി സമർപ്പിച്ചതുപോലെ നമുക്കും ദൈവാത്മാവിനാൽ യാഗമായി ലോകത്തിന് അനുരൂപരാകാതെ വിശുദ്ധരായി ജീവിക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിനാൽ മാത്രമാണ്. സ്വന്തം കഴിവിൽ കഴിയില്ല. जिस तरह से यीशु मसीह ने सनातन आत्मा की द्वारा एक बलिदान की तौर पर उसने शरीर को चढ़ाया है, उस तरह से हमारा भी जीवन पवित्र आत्मा की द्वारा प्रभु की हाथ में सौंप कर इसी संसार से अलग होकर संसार से जीत कर हम भी जी सकता है. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 23-24 വാക്യങ്ങൾ അത് വായിച്ചാണ്. കൊലോസ്യർ 3:23-24 വാക്യങ്ങൾ. कोलोसियों की पत्री उसका 3रा अध्याय उसका 23 और 24 कलाम यहाँ पर पढ़िए. നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല, സ്തോത്രം, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. കേട്ടോ? അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കുവീൻ. വളരെ നന്ദി, സ്തോത്രം. ഇതാണ് എന്ത് ചെയ്താലും കർത്താവിൻ്റെ മഹത്വത്തിനായി ചെയ്യുന്ന ഒരു ജീവിതമായിരിക്കണം നമുക്കുള്ളത്. और जो कुछ तुम करते हो तन मन से करो, यह समझ कर कि मनुष्यों के लिए नहीं परंतु प्रभु के लिए करते रहो, क्योंकि तुम जानते हो कि तुम इसी के बदले प्रभु में मिरास मिलेगी. तो प्रभु मसीह की सेवा करते हो. നമ്മൾ കൊരിന്ത്യർക്ക് പൗലോസ് ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 10-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. और इसलिए तुम चाहते हो, कुरिन्थियों की पहली पत्री उसका 10 अध्याय उसके 31 पद, इसलिए तुम चाहे खाओ चाहे पियो चाहे जो कुछ करो सब कुछ परमेश्वर की महिमा के लिए करो. നിങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായി, ദൈവപ്രസാദത്തിനായി, ദൈവത്തിനെന്നവണ്ണം ദൈവനാമത്തിൽ ചെയ്യുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥ ആരാധന. അതിൽ സുവിശേഷീകരണമുണ്ട്, ബാക്കി എല്ലാ ആത്മീയ ശുശ്രൂഷ ഉൾപ്പെടുന്നു. Praise the Lord. जो कुछ भी तुम करते हो, क्या तुम खाते हो या पीते हो या करते हो, सब
कुछ परमेश्वर की महिमा के लिए किया करो. उसके अंदर साक्षी है, उसके अंदर आराधना है, सब कुछ उनकी महिमा के लिए है. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ എന്ന് കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 1-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ വായിക്കുന്നു. और पहली कोरिन्थी 5 बोले दिया उसके 5वीं पद में, इसलिए वहां पर ऐसा लिखा है सब कुछ जो है परमेश्वर के लिए करना. നമ്മൾ സാക്ഷ്യത്തിനായി പുറലോകത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആ സാക്ഷ്യം നമ്മളിൽ ഉറപ്പാകണം. और जो बाहर हम गवाही देने के लिए निकलने से पहले वो साक्षी, वो गवाही अपने जीवन में लागू होना चाहिए. ഇംഗ്ലീഷ് തർജ്ജമയിൽ ഇങ്ങനെയാണ് പറയുന്നത്, our testimony about Christ was confirmed in you. ഞങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായി വെളിപ്പെട്ടിരിക്കുന്നു. और हमने जो प्रभु बोल प्रेरित कहता है, हमने जो गवाह तुम्हें दिया है वो हमारी अंदर तुम्हारी सामने प्रकट हुआ है. കർത്താവിന്റെ രക്ഷണീയ ശുശ്രൂഷയെ കുറിച്ചും രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയെ കുറിച്ചും ഞങ്ങൾ പറഞ്ഞ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ തെളിയിക്കപ്പെടുക, അതാണ് ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. और प्रभु यीशु मसीह की उद्धार की सेवकाई के बारे में, उनकी महिमावंत कार्य के बारे में, जो कुछ हमने तुमसे किया है वो तुम्हारा जीवन में प्रकट हो गया है. എന്തുകൊണ്ടാണ് മാലാഖമാർക്ക് സുവിശേഷീകരണത്തിന് അവകാശവും അനുവാദവും ഇല്ലാത്തത്? क्यों स्वर्गदूतों को गवाही देने के लिए उनको अनुमति नहीं दी है? അവർക്ക് അനുഭവമില്ല, उनको कोई अनुभव है ही नहीं. അവർക്ക് സാക്ഷികളാകാൻ കഴിയുകയില്ല. उनको ये नहीं बन सकता परमेश्वर का गवाह. നമുക്ക് അനുഭവമുണ്ട്. और हमारे पास अनुभव है. ഞങ്ങൾ കേട്ട ക്രിസ്തീയ സാക്ഷ്യം, യേശുവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടത് ഞങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. और हमने जो कुछ पर प्रभु के बारे में सुना है वो हमारा जीवन में हमने लागू किया हुआ है. ആ സാക്ഷ്യം നമ്മളിൽ ഉറപ്പായിരിക്കുമ്പോൾ നമുക്ക് പുറമേ സാക്ഷ്യം പറയുവാൻ കഴിയും. और वो जो बात हमारा जीवन में दृढ़ता से बैठा हुआ है तो हम हिम्मत से उनका गवाह बन सकता है. അങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ നാം സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തതരമായിരിക്കും. और इस तरह से जब हम गवाह बनेंगे उस समय पर हम सारा काम करने के लिए हम एक अच्छा व्यक्ति बन जाएंगे. തീത്തോസ് 2:14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, तीतुस 2:14 में इस तरह से लिखा है, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തതനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. और यीशु मसीह ने अपने शरीर में से हमें चुनकर अपने शरीर को इसलिए दिया ताकि हम उनका एक प्रजा बनकर सारे काम करने के लिए हम हमेशा तैयारी के साथ रहे, उनसे उत्सुक हो. നോക്കണേ, ക്രിസ്തീയ സാക്ഷ്യം, ക്രിസ്തുവിന്റെ സാക്ഷ്യം നമ്മളിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു, നമ്മെ സൽപ്രവൃത്തിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ ദൈവപ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുമ്പോഴാണ് നമ്മൾ ആരാധകരാകുന്നത്. और इस तरह से हम सारा काम, अच्छा काम करने के लिए हम तत्पर रहता है. जब इसी वचन हमारे अंदर रूढ़ मूड बैठ जाता है वो समय पर एक हम सच्चा आराधक बन जाता है. കണ്ടോ, ഇത് മൂന്നും, അതായത് സാക്ഷ്യവും സേവനവും അതുപോലെ ആരാധനയും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന മൂന്ന് അവസ്ഥയും അതിനെ മുഴുവനും കൂടി उल्ಕೊಳ್ಳുന്ന ഏറ്റവും പ്രധാന പദം ആരാധനയുമാണ്. और यहाँ पर देखिए, हम अपनी शरीर को पूरी तरह से उसके सम्मिलित भले भले कार्य करने के लिए हम तैयार होकर, वो साक्षी हमारी अंदर रहकर हम उसको करने के लिए तैयार होकर बैठे हैं. उसको कहता है सही सचमुच आराधना. കർത്താവ് തന്നെ തന്നെ നമുക്ക് വേണ്ടി അങ്ങ് കൊടുത്തു. और प्रभु अपने आप से हमारे लिए दे दिया है. നമ്മളും നമ്മെ തന്നെ കർത്താവിന് വേണ്ടി അങ്ങ് കൊടുക്കണം. हम भी अपने आप को परमेश्वर के लिए सौंपना है. ഭാഗികമായിട്ടല്ല, और उसको एक भागिक तौर पर नहीं, संपूर्ण പൂർണ്ണ യാഗമായി കൊടുക്കണം. संपूर्ण बलिदान की तौर पर हमें भी समर्पण करना है. നമ്മൾ സാധാരണ പറയാറുണ്ട്, എനിക്ക് വേണ്ടി ദൈവം, എനിക്ക് വേണ്ടി ദൈവം. और हम हमेशा कहता है मेरे लिए परमेश्वर, मेरे लिए परमेश्वर. എനിക്ക് വേണ്ടി ദൈവം എന്ന് പറയുമ്പോൾ ഞാനല്ലയോ പ്രധാനി? और मेरे लिए परमेश्वर जब हम कहे तो मैं वहीं पर बड़ा बनता है. നോ നോ നോ, അങ്ങനെ ആകരുത്, തിരിച്ചാകണം. और हम ऐसा नहीं बनना, उसका उल्टा होना है. ദൈവത്തിന് വേണ്ടി ഞാൻ,
परमेश्वर के लिए मैं, ഞാനിത് വേറെ രീതിയിൽ പറയാറുണ്ട്. और मैं एक अलग रीति से भी कई बार कहता നിങ്ങൾ हूं, രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹകരമാവുവാൻ നിങ്ങൾ കർത്താവിനെ ഇങ്ങോട്ട് എടുക്കുകയായിരുന്നു, നിങ്ങളെ കർത്താവിന് കൊടുക്കുകയായിരുന്നു. और जब तुमने उद्धार पाया है वो समय पर तुमने परमेश्वर को अपने लिए ले लिया है क्या, और अपनी जीवन को परमेश्वर के लिए दे दिया है. തുടക്കം എടുക്കുക എന്നുള്ളതാണെങ്കിൽ ഇന്നെങ്കിലും ദയവ് ചെയ്ത് നിങ്ങളെ കർത്താവിന് അങ്ങ് കൊടുക്കണം, യാഗമായി കൊടുക്കണം. और अगर आपने पहली बार परमेश्वर को अपने जीवन में ले लिया है तो वो गलत है. आज समझ लेना, अपने आप को संपूर्ण रीति से परमेश्वर के लिए दे देना है. കർത്താവ് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഇങ്ങ് തരികയായിരുന്നു. और परमेश्वर हमसे प्यार करके हमारे लिए दे दिया है. ഇങ്ങനെ പറയാം, സ്നേഹമില്ലെങ്കിലും കൊടുക്കാം. और ऐसा कह सकता है, अगर हमें प्रेम नहीं होता तो भी हम दे सकता है. രാവിലെ ഒരു ഭിക്ഷക്കാരൻ ഗേറ്റിക്ക് വന്ന് കിടക്കിടാന്ന് കിടക്കി. और मानो तो एक भिखारी हमारा घर की दरवाजा पर आकर दस्तक मारा. തല ഉയർത്തി നോക്കിയപ്പം വിരൽക്കുറ്റികൾ മാത്രമുള്ള മൂക്കൊന്നും മുഴുവൻ ഇല്ലാത്ത ഒരു കുഷ്ഠരോഗിയാ. അയ്യോ എന്ന് വിളിക്കുന്നു. और उस ऐसा दरवाजा खोलकर हमने देखा तो देखा वहां पर एक कोढ़ व्यक्ति है, उनका हाथ नहीं, उनका नाक नहीं, ऐसा सड़ा हुआ हालत में है. എടാ മോനെ ഒരു 50 രൂപ എടുത്തോണ്ട് കൊടുടാ. और उसका इतना बदबू आ रहा है, इसलिए जल्दी 50 रुपया लेकर उसको दे दो. മോനെ ഒരു 50 രൂപ എടുത്തോണ്ടെന്ന് അറ്റത്ത് പിടിച്ച് ഇങ്ങനെ നീട്ടി അങ്ങ് കൊടുത്തു. और एक मानो तो 50 रुपये का एकदम नोक पर पकड़कर उसको ऐसा दे दिया. രണ്ട് കൈ മീൻസ് കൂപ്പി പിടിച്ച് വാങ്ങിച്ചോണ്ട് പോയി. और उनको जो 2 अंगुली नहीं है, ऐसा दोनों हाथ से पकड़कर वो हाथ से चले गया. കൊടുത്തു. സ്നേഹമുള്ളത് കൊണ്ടാണോ? और उनको हमने दान दिया है, लेकिन उसे प्रेम करके दिया क्या, തൊല്ലെ ഒഴിവാക്കാൻ. और उसको ये मुसीबत हमारा हट जाए उसके लिए दिया. പറഞ്ഞത് സ്നേഹമില്ലെങ്കിലും കൊടുക്കാം. और इसका मतलब हमें प्रेम नहीं है तो भी हम दे सकता है. പക്ഷെ കൊടുക്കാതെ സ്നേഹിക്കാൻ കഴിയില്ല. लेकिन एक बात ध्यान से सुनिएगा, हमारे अंदर दिया बिना हम प्रेम नहीं कर सकता. കർത്താവ് നമ്മെ സ്നേഹിച്ച് തന്നെത്താൻ നമുക്ക് വേണ്ടി തന്നെങ്കിൽ, और यीशु मसीह ने हमसे प्रेम करके अपने आप को संपूर्ण रीति से हमें दिया है तो ഹല്ലേലൂയ, കർത്താവിനെ സ്നേഹിച്ച് നമ്മെ തന്നെ കർത്താവിന് വേണ്ടി യാഗമായി കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. और परमेश्वर चाहता है कि हमारा जीवन में भी हम प्रभु से प्यार करके अपना पूरा जीवन को प्रभु के लिए एक भेंट की तौर पर उनको चढ़ाए. അതേ ആരാധനയാകുള്ളൂ. वो ही है सच्चा आराधना. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया. പ്രിയ ദൈവമക്കളെ, എനിക്ക് ചിലപ്പോൾ ചില സങ്കടം തോന്നാറുണ്ട് ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ. और कई बार ऐसा सुनते हैं तो मुझे दुख लगता है. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കെല്ലാം 1000 നന്ദി. और कई गीतों में ऐसा आता है, आभार प्रभु, आभार प्रभु, धन्यवाद धन्यवाद हो तूने जो किया है. അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി. और प्रभु का अद्भुत प्रेम के प्रति भी धन्यवाद. ദൈവം നമ്മെ സ്നേഹിച്ച് തന്നെത്താൻ ഇങ്ങോട്ടേക്ക് യാഗമായിട്ട് തന്നതാ. और प्रभु हमसे प्रेम करके अपने आप को संपूर्ण रीति से हमें दे दिया है. താങ്ക് യു ജീസസ്, താങ്ക് യു, और प्रभु को इसलिए कहता है धन्यवाद. താങ്ക് യു, താങ്ക് യു പറഞ്ഞ് ഞങ്ങൾ പോവാ. मन ध्यान से बराबर समझ लिए, काली धन्यवाद बोरखल हम जा रहे हैं. അയ്യോ, സ്നേഹിക്കുന്നെന്ന് പറയുമ്പം ഓക്കെ, താങ്ക് യു, ഗുഡ്. और ऐसा प्रेम करता है करके बोलते समय पर ओके ठीक है धन्यवाद इतना बोलना. ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഒരുമിച്ച് കൂടി താങ്ക് യു. और हफ्ता में 1-2 बार ऐसा एक झूठ होकर काली धन्यवाद धन्यवाद बोले चलेगा. രാവിലെ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയ്ക്കും വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയ്ക്കും താങ്ക് യു ജീസസ് പറഞ്ഞു പോയി പോരാ. और सुबह में कुटुंबिक प्रार्थना में बैठकर धन्यवाद बोला, शाम को भी बैठकर बोला धन्यवाद, इतना चलेगा. നമ്മളെ കർത്താവിനും കൊടുക്കണം. और इतना नहीं, हमारा पूरा जीवन प्रभु के लिए दे പൊന്നു देना. സഹോദരങ്ങളെ, ഈ യാഗത്തിൽ ഏറ്റവും പ്രധാനം ഏതാണ്? और बलि में खास बात क्या है और सबसे श्रेष्ठ क्या है? യാഗം മൃഗമാണോ, याग का जो बलि का बकरा തീയാണോ, और उसका प्राणी है क्या, उसका आग है क्या, കത്തിയാണോ, और उसको काटने वाला छुरी है क्या, ഏതാണ് ഏറ്റവും പ്രധാനം? और उसमें सबसे प्रधान क्या है? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, നേരം കുറവായതുകൊണ്ട്. ഏറ്റവും പ്രധാനം ഒരു ജീവനാണ്, ഒരു ജീവൻ. प्रेज़ लॉर्ड, एक बलि में सबसे बहुमूल्य बात चुरी नहीं, आग नहीं, परंतु एक जीवन है. സ്തോത്രം, ഹല്ലേലൂയ. Praise the Lord. നമ്മുടെ മുഴു ജീവനും കർത്താവിന്റെ മഹത്വത്തിന് യാഗമായി കൊടുക്കുന്നതാണ് ഈ യാഗം. और हमारा पूरा जीवन परमेश्वर के लिए संपूर्ण तौर पर समर्पण करना, देना, वो की आराधना है. ഹല്ലേലൂയ.
वही प्रेम है। യാഗപീഠത്തിൽ നിന്ന് ഉയരെ എരിയുന്ന തീജ്വാല പോലെയാണ് നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ. और बलि वेदी से ऊपर उठने वाले आग की समान हमारा स्तुति और आराधना वहां से उड़ना है। ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഉപകാരങ്ങളെ കുറിച്ച് ദേവദാസന്മാർ വർണ്ണിക്കുമ്പോൾ ആളുകൾ ആർപ്പിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. और परमेश्वर ने किया हुआ उपकारों के बारे में जब प्रभु का दास लोग कहता है तब लोग वो बहुत जोश के साथ आराधना करते हैं, स्तुति और महिमा करते हैं। ഒരു ഇരുമ്പ് ദണ്ണ് കൊണ്ട് ഈ വിറകൊക്കെ അങ്ങോട്ട് മറിച്ചിടുന്ന പോലെയാണ്. और जिस तरह से एक लोहे की दंड से लकड़ियों को उल्टा सुल्टा करता है उस तरह से ആളി എരിയുകയാ. और उसको ऐसा जलते हैं और उसका लौ उठ रहा है। യാഗപീഠത്തിൽ നെരിയുന്ന തീ പോലെയാണ് നമ്മുടെ സ്തുതി സ്തോത്രം എന്ന് പറഞ്ഞല്ലോ. और बलि वेदी से उठने वाले अंगार की ऊपर से लौ उठता है, उस तरह से ही हमारी आराधना है। നമ്മുടെ ആരാധന സ്തുതി ഹേ. നമ്മുടെ സ്തുതി है, आराधना स्तुति है, സ്തുതി ഹേ. हमारा स्तुति है। ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സ്തോത്രം, പ്രിയപ്പെട്ടവരെ, ആ ഉയരേറിയുന്ന തീക്കൊരു മൂല്യമുണ്ടാകണമെങ്കിൽ അടിയിലൊരു ജീവൻ അർപ്പിച്ചിട്ടുണ്ടായിരിക്കണം. और अगर वहां पर उठने वाले आग को एक कीमत मिलना है, उसकी नीचे एक जीवी वहां पर मरना चाहिए और जीवन वहां पर कदम होना चाहिए। ജീവൻ കൊടുക്കാതെ തീയരിച്ചാൽ അത് യാഗമാവില്ല. और ऐसा जीवन दिया बिना आग जलाने से वो आराधना नहीं बनता, वो बलि नहीं बनता। അതാണ് മലാക്കി 1:10 ഇങ്ങനെ പറയുന്നു. और इसलिए मलाकी 1:10 में ऐसा लिखा है, നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് ആരെങ്കിലും വാതിലടക്കട്ടെ. और इसलिए कहा और कभी तुम लोग ने ऐसी आराधना ना ऐसा का याग ना करे, उसके लिए बलिवेदी का दरवाजा कोई बंद करे तो ऐसा अच्छा। എപ്പോഴായി വെറുതെ തീയരിക്കുന്നത്? और काली हम जब लकड़ा जलाता है, പ്രിയപ്പെട്ടവരെ, ജീവൻ കൊടുക്കാതെ യാഗപീഠത്തിൽ കരിയില വരിയിട്ട് കത്തിച്ചാൽ, നല്ല വിറകിട്ട് കത്തിച്ചാൽ വെറുതെ തീ കത്തിക്കുക. बलि वेदी के ऊपर काली लकड़ा रखकर हो, काली वहां पर सूखा पत्ता डालकर हम जलाते हैं तो काली आग है। തൊണ്ടയ്ക്ക് നല്ല ആരോഗ്യമുള്ളത് കൊണ്ടും ഒന്നാന്തരം മൈക്കുള്ളത് കൊണ്ടും നോക്കണേ, നല്ല വാദ്യോപകരണങ്ങൾ ഉള്ളത് കൊണ്ടും നല്ല ആരോഗ്യമുള്ളത് കൊണ്ടും ആളുകൾ ഒരുമിച്ച് ആർപ്പിടാൻ സന്നിഹിതരായിരിക്കുന്നതിന് തയ്യാറായിരിക്കുന്നത് കൊണ്ടും, പ്രിയപ്പെട്ടവരെ, കുറെ നേരം ഉച്ചത്തിൽ ആർപ്പിട്ടാൽ അത് ആരാധനയാവില്ല. ജീവൻ കൊടുക്കാത്തവരാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് യാഗപീഠത്തെ അപമാനിക്കലാണ്. और हमारी आवाज बुलंद हो, माइक की आवाज बुलंद हो और कोई जवान लोग हो, काली हम आवाज करते हैं, काली हम स्तुति करते हैं तो आराधना नहीं बनता, क्योंकि उसके पीछे जीवन नहीं होते तो वो काली कार्य है। അങ്ങനെ നിങ്ങളുടെ ജീവൻ ദൈവത്തിന് സമർപ്പിച്ച് അവന് മഹത്വത്തിനായി ഏൽപ്പിച്ച ശേഷം ഉല്ലസിച്ച് ഘോഷിച്ച് ആർപ്പിട്ടവന്റെ നാമത്തെ പുകഴ്ത്തണം. അത് ദൈവപ്രസാദമുള്ള ആരാധനയാണ്. उसकी साथ में उसकी बदले अपनी जीवन को पूरी तरह से समर्पण करके हर्ष उल्लास के साथ परमेश्वर के सामने हम उनको स्तुति और बलिरूपी आराधना चढ़ाना है। അത് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിലേ നമുക്ക് കഴിയുള്ളൂ. अगर हमारे अंदर परमेश्वर का प्रति प्रेम है तो ही वो काम कर सकता है। ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കേവലം സ്തുതി സ്തോത്രങ്ങളല്ല, നമ്മുടെ സ്നേഹമാണ്. परमेश्वर केवल स्तुति और धन्यवाद नहीं चाहते हैं, परंतु उसकी साथ में हमारा प्रेम परमेश्वर चाह रहा है। അങ്ങ് അത്യുന്നത സ്വർഗത്തിൽ ഇപ്പോഴും എണ്ണമറ്റ ദൂത സമൂഹങ്ങൾ ആർപ്പിട്ട് ഉല്ലസിച്ച് സ്വർഗീയ മാധുര്യോടുകൂടി ദൈവത്തെ പുകഴ്ത്തി മഹത്വം കരേറ്റുന്നു. ആലയം പുക കൊണ്ട് നിറയുന്നു. ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. और क्योंकि आराध स्वर्ग में करोड़ों की स्वर्ग दूत लोग वहां पर 24 घंटा लगातार और स्तुति और धन्यवाद रूपी परमेश्वर को महिमा चढ़ाता है। आराधनालय के अंदर धुआं उड़ता है, वहां पर आराधनालय की टेवड़िया और उसकी महिमा से हिल डोल उड़ता है। പ്രിയപ്പെട്ടവരെ, ആ സ്തുതി സ്തോത്രങ്ങൾ അവരെ അർപ്പിക്കുമ്പോഴും സ്വർഗത്തിലെ ദൈവം അതിൽ പ്രസാദിക്കുന്നില്ല. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം അതിൽ പ്രസാദിക്കാതെ എന്തോ നഷ്ടപ്പെട്ടു പോയവനെ പോലെ
ആരെ അയക്കാനുണ്ട്? ആരുണ്ട് നമുക്ക് വേണ്ടി ഒന്ന് പോകാൻ? എന്തോ നഷ്ടപ്പെട്ടവനെ പോലെ അന്വേഷിക്കുക. और परमेश्वर स्वर्गदूत लोग वहां पर स्तुति और आराधना करते समय में भी परमेश्वर ऐसा ढूंढ रहा है, उनसे कुछ खो गया है, वो ढूंढ कर देख रहा है. यशायाह नबी की पुस्तक 6 अध्याय के अंदर लिखा है, मैं किसको भेजूं, कौन जाएगा मेरे लिए. അടിയനെ അയക്കണമെന്ന് യെശയ്യാ പറഞ്ഞപ്പോൾ എങ്ങോട്ടാ പറഞ്ഞു വിട്ടത്? നീ ജനത്തിന്റെ അടുത്ത് ചെല്ല്, നീ ജനത്തിന്റെ അടുത്ത് ചെല്ല്. और यशायाह ने कहा, हे प्रभु मैं जाऊंगा, मुझे भेज. तब परमेश्वर ने कहां पर भेजा उसको? उनकी लोगों के बीच में भेजा. അപ്പോൾ ആരാ ദൈവത്തിന് നഷ്ടപ്പെട്ടത്? ഞാനും നിങ്ങളും, മനുഷ്യവർഗം, തന്റെ സ്വരൂപത്തിൽ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടവർ, അവരാണ് ദൈവത്തിന് നഷ്ടപ്പെട്ടത്. അവരവനെ ആർപ്പിട്ട് സ്തുതിക്കണം, അവരവനെ സ്നേഹിക്കണം, അവരവന്റെ കൂട്ടായ്മയിൽ വസിക്കണം, അവന് യാഗമായി സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. ऐसा है तो कौन परमेश्वर को खो गया है? वो दूध नहीं परंतु मनुष्य खो गया है. उनकी प्रतिरूप, उनकी स्वरूप में बना हुआ मनुष्य खो गया है. वही लोग संपूर्ण मन से, संपूर्ण आत्मा के साथ उसका प्रेम करते हुए उनको आराधना और स्तुति रूपी बलिदान चढ़ाना है करके परमेश्वर चाह रहा है. ലൂക്കോസിന്റെ സുവിശേഷം 10-25 മുതൽ വായിക്കുമ്പോൾ ഒരു ന്യായശാസ്ത്രി വന്ന് കർത്താവിനോട് ചോദിക്കുന്നു, എന്തിന്റെ അവകാശമൊക്കെ ഞാൻ എന്ത് ചെയ്യണം? लूक की सुसमाचार उसका 10 अध्याय उसका 24 की आयतों में वहां पर एक प्रमाणी आकर के यीशु मसीह से इस तरह से सवाल पूछता है, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് अनंत ചെയ്യണം? जीवन को पाने के लिए मैं क्या करूं? ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, എങ്ങനെ വായിക്കുന്നു? नियम शास्त्र के अंदर क्या लिखा है उसने वह हमरे सब पढ़ा. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. और तेरा परमेश्वर से सारी आत्मा से, सारा प्राण से, सारी बुद्धि से उसे प्रेम करना है. നീ പറഞ്ഞത് ശരി, അങ്ങനെ ചെയ്യ. और उससे कहा, उसने उस शास्त्री ने जो कहा है वो सही है, तू भी जाकर वही सही. നമ്മുടെ ഭാഷ പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോകാൻ എന്നെ ചെയ്യണം? हमारा भाषा में बोले तो स्वर्ग जाने के लिए क्या करना है? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി കർത്താവിനെ സ്നേഹിക്കണം. हमें भी कहना चाहता हूं, हमें भी कहना है, और सारी आत्मा से, सारे बुद्धि से, सारी मन से उनसे प्रेम करना है. ദൈവം അതാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. परमेश्वर वो ही हमारे से भी चाहता है. വേറെ മനുഷ്യകുലം ഒഴികെ സൃഷ്ടികളിൽ യാതൊന്നിനോടും ദൈവത്തിന് ഈ സ്നേഹബന്ധമില്ല. मनुष्य जाति के अलावा उनकी सृष्टि में किसी के ऊपर इस तरह की चाहत परमेश्वर कभी नहीं करता. हमारे से उम्मीद है. സകല സൃഷ്ടിയോടും അവന് കരുണയുണ്ട്. കരയുന്ന കാക്കക്കുഞ്ഞിനും അതിന്റെ ആഹാരം കൊടുക്കുന്നു. തന്റെ സകല സൃഷ്ടികളോടും അവൻ കരുതലുള്ളവനാണ്. और वो परमेश्वर उनका सारे सृष्टि से तो करुणा करते हैं, दयालु है. उनकी कौवा की बच्चा को भी वो खाना खिलाते हैं. എന്നാൽ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ കുത്തകയാ. लेकिन प्रेम केवल हमारा ही है. 1 കൊരിന്ത്യർ 13-4 മുതൽ വായിക്കുമ്പോൾ സ്നേഹത്തിന്റെ നിർവചനം കാണാൻ കഴിയും. और पहले कोरिन्थी 13 अध्याय उसका चौथी कलम से लेकर प्रेम की व्याख्या हम पढ़ सकता है. സ്നേഹം സ്പർശിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല. प्रेम धीरजवान है, प्रेम कृपालु है, प्रेम डाह नहीं करता, प्रेम अपनी बड़ाई नहीं करता, वो भूलता नहीं है, वह अनीति से नहीं चलता, अपनी भलाई नहीं चाहता, और झुंझलाता नहीं, बुरा नहीं मानता, कुकर्म से आनंदित नहीं होता, परंतु सत्य से आनंदित होता है, वह सब बातों को सह लेता है. देखो, बुरा नहीं मानता, ദോഷം കണക്കിടുന്നില്ല. എന്ത് ദോഷം ചെയ്താലും ആ ദോഷം കണക്കിടാത്ത ബന്ധമാണ് സ്നേഹം. और कुछ भी बुराई करते तो भी बुराई नहीं गिनता, ऐसा है प्रेम. वही सच्चा मच्चा प्रेम है. കുറച്ച് നാൾ മുമ്പ് ഇവിടെ വെഞ്ഞാറമൂട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ലഹരി മരുന്നിന് അടിമപ്പെട്ടിട്ട് അവൻ ഭ്രാന്ത് കാണിച്ചു. അവനൊരു കൈക്കോടാലി എടുത്ത്, അമ്മ ക്യാൻസർ പേഷ്യൻ്റാ, കിടക്കയില്ല, അവൻ ചെന്ന് അമ്മയുടെ താഴേക്ക് ഒരു വെട്ട് കൊടുത്തു. കോടാലും കൂടി വെട്ടാൻ വരുന്നത് കണ്ടിട്ട് അമ്മ അലറിക്കൂയി വെട്ടുകൊണ്ട് താഴെ വീണു.
और बंजारा मोड़ करके केरला के अंदर एक ऐसी जगह पर एक जवान ने उनका जो नशे में आकर उनका एक कुहाड़ी हाथ में उठा करके जो सोने वाला कैंसर पीड़ित उनका माँ है, वो माँ को कुहाड़ी से मारा, वहां से वो भागी और वो गोर गिरा दिया। അവൻ പ്രാന്ത് കാണിച്ച് അതും കൊണ്ടുപോയി വേറെ 5 പേരെ വെട്ടിക്കൊന്നു. और उसने एक पागल बनकर जाकर दौड़कर 5 जन को हत्या कर दिया। അമ്മ മരിച്ചില്ല, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കി. और माँ नहीं मरी परंतु माँ को दवाखाना में നിലവിളി दाखिल किया। നിലവിളി കേട്ട് അയൽക്കാർ ഓടി വന്നതാ. और माँ की चिल्लाहट की आवाज सुनकर 2 लोग दौड़ कर आई। ഭർത്താവ് സൗദി അറേബ്യയില. और उनकी पति सऊदी अरेबिया में काम करता है। ഏകദേശം ഒരാഴ്ച യേശുവിൽ കിടന്നിട്ട് ഭർത്താവ് വന്ന് കാവലിരിക്കുക. और 1 हफ्ता से उनका पति वहां से आकर उनकी पत्नी के सामने वहां पर बैठा था। ബോധം തെളിഞ്ഞപ്പോൾ ഭർത്താവിന്റെ മുഖത്തോട് നോക്കി. ഭർത്താവ് ചോദിച്ചു, എന്താ പറ്റിയത്? और उनका जब होश में आया, बेहोश में थी, होश में आया तो पति से पूछा क्या हुआ? ആ അമ്മ പറഞ്ഞത്, ഞാൻ കട്ടിലേന്ന് താഴെ വീണു, തലയടിച്ചു മുറിവേറ്റു എന്ന. മോൻ വെട്ടിയെന്ന് പറഞ്ഞില്ല, ദോഷം കണക്കിട്ടില്ല. और उनका पति ने पूछा तुझे क्या हो गया? वो समय पर वो मादाजी ने क्या कही मालूम हो? तो मेरा बेटा ने मुझे मारा करके नहीं बताया, परंतु मैं बेहोश होकर नींद में से खाट में से नीचे गिर पड़ी है। ദോഷം കണക്കിട്ടില്ല. वो कोई दोष को മനുഷ്യനതിന് उसको കഴിവുണ്ട്. नहीं किया। മനുഷ്യനതിന് കഴിവുണ്ട്. मनुष्य को ये करने के लिए ताकत है। ദോഷം കണക്കിടാത്ത ബന്ധമാണ് സ്നേഹം. और उसका दोष को नहीं गिनते हैं, वही सच्चा प्रेम है। മാലാഖമാരോടാ ബന്ധമില്ല. और उनका दूतों के साथ में ऐसी संबंध नहीं है। ദൂത പ്രമുഖനായ ലൂസിഫർ അവനെ സൃഷ്ടിച്ച നാൾ മുതൽ അകൃത്യം കണ്ടതുവരെ നീതിമാനായിരുന്നു. और जब स्वर्गदूत था जो लूसीफर जो शैतान और उसको दूत की समान बनाया था। അവൻ ചെയ്ത ആദ്യത്തെ തെറ്റതിനെ മുഴുവൻ ഗൗരവത്തിലും കുറ്റമായി കണക്കിട്ടു. और उसने पहली बार उनकी अंदर हृदय भूल गया है और उसको गलती की समान परमेश्वर ने उसको गिना गया അവനെ പുറത്താക്കി. और उनको बाहर निकाल दिया। തിരികെ വരാൻ ഒരു പഴുതു പോലും കൊടുത്തില്ല. और वापस आने के लिए दूतों को कोई रास्ता नहीं दिया। എബ്രാലേഖനം 2:16 വായിക്കുന്നു, ദൂതന്മാരെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്തില്ല. और इब्रानियों की पत्री के अंदर इस तरह से लिखा है, दूतों को संरक्षण करने के लिए परमेश्वर ने कुछ नहीं किया। ദൂതൻ തെറ്റ് ചെയ്തപ്പോൾ നരകമൊരുക്കി അവന് വേണ്ടി. दूत ने जब उसका कुकर्म कर दिया, उसका कुछ गलत काम कर दिया, उनके लिए नरक को परमेश्वर ने रखा है। ആദം പാപം ചെയ്തപ്പോൾ അവന് വേണ്ടി കാൽവരി ഒരുക്കി. परंतु आदम ने पाप किया है तो आदम के लिए एक कलवरी को खड़ा कर दिया। ദോഷം കണക്കിടാത്ത ബന്ധം നമ്മളോട് മാത്രമേ ഉള്ളൂ. और अनीति को नहीं गिनते हैं, ऐसा प्रेम केवल मनुष्यों के लिए है। ആവർത്തന പുസ്തകം 10:14 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, पुनर्नियम 10 अध्याय उसका 14 पद में यूं लिखा है, ഇതാ സ്വർഗവും സ്വർഗാതി സ്വർഗവും ഭൂമിയിലുള്ളതൊക്കെ ഇന്നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവയാകുന്നു. और आकाश और पृथ्वी सब कुछ परमेश्वर के लिए है। എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് മാത്രം പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു. लेकिन केवल तुम्हारा पितृवों से परमेश्वर प्रेम रखा है। ദോഷം കണക്കിടാത്ത സ്നേഹബന്ധം നമ്മളോട് മാത്രമേ ഉള്ളൂ. और उसका हमारी अनीति के ऊपर उसका गिनता नहीं है, इतना प्रेम केवल मनुष्यों के ऊपर है। നാം അവനെ സ്നേഹിച്ച് നമ്മെ തന്നെ അവന് വേണ്ടി യാഗമായി ഏൽപ്പിച്ചു കൊടുത്ത് അവനെ സാക്ഷ്യം വഹിക്കണം. അവന്റെ മഹത്വത്തിനായി സൽപ്രവൃത്തികൾ ചെയ്യണം. प्रेज़ द लॉर्ड। हम इसलिए हमारा शरीर को पूरी तरह से एक बलि की तौर पर समर्पण करके अर्पण करके पूरा प्रेम के साथ परमेश्वर के लिए चढ़ाना है। കർത്താവ് തന്നെ തന്നെ യാഗമായി നമുക്ക് വേണ്ടി തന്നത് സ്നേഹം കൊണ്ടാ. परमेश्वर अपने आप से एक बलि के रूप में हमारे लिए इसलिए दिया, उनका प्रेम की प्रति। എബ്രായർ 2:9 ഇങ്ങനെ വായിക്കുന്നുണ്ട്, इब्रानियों की पत्री उसका 2 अध्याय उसका 9वीं आयत में लिखा है, എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നു. और सबके लिए मृत्यु चखने के लिए दूतों से थोड़ा नीचे हुआ प्रभु यीशु मसीह हमारे बीच में आया। ഞാനതിങ്ങനെ വായിച്ചും പഠിച്ചും വന്നപ്പം എനിക്ക് അത്ഭുതം. മരണം ആസ്വദിച്ചു, അത് എൻജോയ് ചെയ്തെന്നോ? ഈ കഷ്ടത, ഈ ക്രൂശീകരണം എന്റെ കർത്താവ് ആസ്വദിച്ചെന്നോ? और मैंने जब उसी पदन को पढ़ा, मैंने सोचा मृत्यु को किस तरह से चखा, मरण को। എമിൽ ഗിബ്സൺ ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാക്കി. അതിനകത്ത് എൻ്റെ പൊന്നപ്പനെ യേശുവിന്റെ കഷ്ടപ്പാടും ക്രൂശീകരണം കണ്ടിട്ട് സങ്കടം തോന്നും. और गिब्सन के द्वारा पैशन ऑफ द क्राइस्ट करके एक फिल्म को बनाया
उसके अंदर यीशु मसीह ने सहन किया हुआ कष्टता के बारे में, पीठा के बारे में हम देख सकता है। പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നു മരണം ആസ്വദിച്ചെന്ന്. और यहाँ पर ऐसा लिखा है यीशु मसीह मृत्यु को चखा। എന്തുകൊണ്ട് ആസ്വദിച്ചു എന്ന് ഞാൻ പല തർജ്ജമകളൊക്കെ നോക്കി. ഹിന്ദിയിലൊക്കെ നോക്കി ചക്കർണ. ഈ തമിഴിൽ വരുമ്പോഴേ ചാവിനുടെ സ്വാദെ രുസിത്താൻ, ചാവിൻ്റെ മരണത്തിൻ്റെ സ്വാദ് രുചിച്ചെന്ന്, ആസ്വദിച്ചെന്ന്. എൻ്റെ പൊന്നു സൗരങ്ങളെ, എന്ത് വേദന ഇല്ലായിരുന്നോ കർത്താവ്? വേദന ഉണ്ടായിരുന്നു, അതിഭയങ്കരമായ വേദന, വിശദീകരിക്കുന്നില്ല, എങ്കിലും അത് ആസ്വദിച്ചെന്ന്. और मृत्यु को चक्का मतलब, और तमिल में भी ऐसा है, उसका रुचि को, स्वाद को उसने चख करके देखा है। क्या दुख दर्द नहीं था? क्या मृत्यु में दुख नहीं था? क्या? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ തിരുവെഴുത്തിൽ നിന്നൊരു ഉദാഹരണം കാണിക്കാറുണ്ട്. ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം 20 വാക്യം വായിക്കുമ്പോൾ ദാവീദ് റാഹേലിന് വേണ്ടി 7 സംവത്സരം സേവ ചെയ്തെന്ന്. और याकूब ने राहेल के लिए 7 साल सेवा किया हुआ एक भाग उत्पत्ति 29 अध्याय के अंदर हम पढ़ सकता है। അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അവൻ അല്പകാലം പോലെ തോന്നി. और राहेल से याकूब ने प्रेम करने के कारण 7 साल थोड़ा ही वक्त जैसा उसको लगा। ഉൽപ്പത്തി 39-40 വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു, യാക്കോബ് അതിന് അനുഭവം പറയുക, 7 കൊല്ലത്തെ അനുഭവം പറയുക. മീൻസ് പകൽ കളവ് പോയതിന് എന്നോട് ചോദിച്ചു, രാത്രി കളവിന് എന്നോട് ചോദിച്ചു, പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ട് ഞാൻ ക്ഷയിച്ചു, കണ്ണിന് ഉറക്കമില്ലാതായി, കഷ്ടത. और याकूब ने जो अनुभव किया हुआ उनका कष्टता के बारे में 31 अध्याय के अंदर जब हम पढ़ता है, वह हमारा ऐसा लिखा है, और उसने दिन में धूप के कारण, रात की ओस के कारण, धुम्मस के कारण मेरा शरीर को इतना सह लिया है, और निद्रा ना होने के कारण मेरा आंख ऐसा रहा, मैं एकदम बलहीन हो गया है। जो कुछ मेरा से चुरा गया है, जो कुछ मेरा से चोरी किया गया है, उन सारे बातों को बारे में उसने मुझे पूछा। यही था मेरा वृत्तांत। ഈ കഷ്ടത നിറഞ്ഞ ജീവിതവും കണ്ണടച്ചുറക്കുന്നു അല്ലെങ്കിൽ പോയെന്ന്. और उसने उसी समय को आंग खोल कर उठाया और खोला, बंद किया, उसकी समय निकल गया। റാഹേലിനോടുള്ള സ്നേഹം. और क्योंकि राहेल से वो प्रेम करता था। നോക്കണേ പ്രിയമുള്ളവരെ, സ്തോത്രം. ഇതുപോലെ എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം നിമിത്തം എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച്, സ്തോത്രം, നമുക്കൊരു മാതൃക കാണിച്ചിരിക്കുകയാണ്. അവൻ നമ്മെ സ്നേഹിച്ച് തന്നെത്തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നെങ്കിൽ, യാഗമായി തന്നെങ്കിൽ, കർത്താവിനെ സ്നേഹിച്ച് നമ്മെ തന്നെ യാഗമായി അവൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ആരാധന. അതിൽ ക്രിസ്തീയ സാക്ഷ്യമുണ്ട്, അതിൽ സുവിശേഷീകരണമുണ്ട്, അതിൽ സൽപ്രവർത്തികളുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്ന അനുഗ്രഹീത ജീവിതമാണ് ആരാധന. यीशु मसीह ने अपनी शरीर को इस तरह से उनके सामने जो रखा हुआ खुशी को बड़ा समझकर उनका शरीर को अर्पण करके उसने अनुभव किया है। उसी समान हमारा भी जीवन को इस तरह से अर्पण हम करना, अर्पण करने में आराधना है, अर्पण करने में कार्य है, उसके अंदर गवाही है, वही सच्चा आराधना है। തിരുവെഴുത്തിൽ 2 പദങ്ങൾ മൂലകൃതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആരാധന എന്നുള്ളതിന്. ഒന്ന് പ്രസ്കുനിയോ, 2 ലക്ഷയ്യ. और यूनानी भाषा के अंदर 2 शब्दों को प्रभु का दास ने इस्तेमाल किया हुआ 2 शब्द वहां पर ऐसा लिखा है। പ്രസ്കുനിയോ എന്ന് പറഞ്ഞാൽ കുനി എന്ന വാക്കിന്റെ അർത്ഥം നായ എന്ന. और कुनी, प्रस्कुनियो करके यूनानी शब्द है। कुनी जो शब्द की मतलब इसका कुत्ता है। ഈ നായ്ക്ക് 2 പോസിലുള്ള കിടപ്പുണ്ട്. और कुत्ता है 2 तरीके से जब वो लेट जाती है। അലസമായി 4 കാല് നീട്ടി വെച്ച് വള്ള താഴോട്ട് വെച്ച് ഒരു കിടപ്പുണ്ട്. और कुत्ता जिस तरह से सोचते हैं कई बार आलस होकर चारों पैर उसको लंबा करके ऐसी सोते हैं। എന്നാൽ വേറൊരു തരം കിടപ്പുണ്ട്. और दूसरा एक तरीके से वो लेट जाती है। 2 കൈ മുമ്പോട്ട് നീട്ടി വെച്ച്, और कुत्ता को देखो, दोनों उनकी जो पैर है दोनों का आगे के वो लंबा करते ആ हैं, തല അതിലോട്ട് താഴ്ത്തി വെച്ച്, और उनका सिर को नीचे रखे, പിൻകാലുകൾ ഇങ്ങനെ മടക്കി വെച്ച്, और उनका पीछे की जो पैरों को उसको मोड़ कर रखा, വാലൊക്കെ അങ്ങോട്ട് നിവർത്തി വെച്ച്, और उनका पूंछ है और उसको भी लंबा करके, ചെവി ഒടിച്ചിട്ട്, और उनकी कान को भी ऐसा नीचे टिकाकर, ഇങ്ങനെ അറ്റൻഷനോ ഈ ഒരു കിടപ്പുണ്ട്. और वैसे एकदम अटेंशन के साथ एकदम ध्यान पूर्वक लेटती है जब कुत्ते.
അതിന് പറയുന്ന വാക്കാണ് പ്രസ്കുനിയോ. प्रस्कुनियो उस तरह से ध्यान पूर्वक वो एकदम आराम से सो रही है और उसको कहता है प्रस्कुनियो. ഞാൻ ഒരു ദൂരയാത്ര കഴിഞ്ഞ് ഈ വീട്ടിൽ മടങ്ങി എത്തി. എൻ്റെ വളർത്തുന്നായി ഞാൻ വന്നപ്പോൾ വലിയ സന്തോഷത്തോടെ എന്നെ ചുറ്റി ഓടി. जब मैं एक जगह पर यात्रा करके वापस आए तो मेरा कुत्ता जब मुझे देख करके घर पे आते ही मेरा चारों तरफ घुमा. ഞാൻ അവനെ ഒന്ന് തൊട്ട് ഒന്ന് തലോടിയ ശേഷം ചെന്ന് ഡ്രസ്സൊക്കെ മാറി പത്രം എടുത്ത് വായിച്ചുകൊണ്ട് ചാരികസറിൽ ഇങ്ങനെ കിടക്കുക. और मैंने वजह अंदर जाकर उनको एक बार ऐसा हाथ लगाने के बाद और मैं अंदर जाकर कपड़ा बदल कर बाहर आया, अखबार लेकर मैं पढ़ रहा हूं. എന്നിട്ട് അവൻ ഓടി വന്ന് എൻ്റെ ചുറ്റും കഴിച്ച് കിടങ്ങി നേച്ച് പോയി. मैं कुर्सी पर बैठा था वो समय पर चारों तरफ आकर और एक बार घूम के मेरे पास आकर चले गया. എൻ്റെ കണ്ണിലേക്ക് അവൻ്റെ നോട്ടം വെച്ചുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കൈകളിൽ തല താഴ്ത്തി വെച്ച് എൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കും. मैंने देखा मेरा कुत्ता वहां पर जो ऐसा लेटा हुआ है, लेकिन उनको दोनों हाथ को आगे की ओर रखकर मेरे आंखों में आंख लगाकर वहां पर बैठा ഞാൻ है. പത്രത്തിന്റെ ഒരു പേജ് ഒന്ന് മറിക്കുമ്പോൾ मैं ये एक अखबार का एक पन्ने को मैं पलटता हूँ, ഒന്ന് മറിക്കുമ്പോൾ അത് വേഗം തല ഉയർത്തി എന്നെ ഇങ്ങനെ നോക്കും. एक बार मैं पलटता हूँ तब मेरा और सिर उठा करके मुझे देखता പ്രിയ है. ദൈവമക്കളെ, प्यारो परमेश्वर का लोगो, ഇതുപോലെ ഹല്ലേലൂയ और इसी समान പ്രഭോ അടിയൻ എന്തു വേണം? हे प्रभु मैं क्या करूं? ദിനം പ്രതി അവന്റെ പടിവാതിക്കൽ ജാഗരിച്ചും और उनकी आंगनों में उनके पैरों पर ऐसा जागृत അവന്റെ होकर വാതിൽ കട്ടളകൾ കാത്തും കൊണ്ട് और उनकी द्वार पर खड़े होकर അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന ഒരു മനോഭാവം. उनकी वचन सुनकर उसको मानने का इच्छा रखने वाले का हृदय. കർത്താവേ, അടിയനെ അങ്ങേക്കായി സമർപ്പിക്കുന്നു, हे प्रभु मैं मेरा जीवन को आपके लिए समर्पण करता हूं. യാഗമായി സമർപ്പിക്കുന്നു. मैं एक बलि की तौर पर मैं मेरा जीवन को समर्पण करता എനിക്ക് हूं. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, मैं जीना मेरे लिए मसीह, മരിക്കുന്നെങ്കിൽ ലാഭം. मैं मरना मेरे लिए लाभ है. ഹല്ലേലൂയ. हालेलुया. പ്രിയ ദൈവമക്കളെ, प्यारे परमेश्वर प्रभु का लोगो, ഇങ്ങനെ ഒരാരാധനയാണ് ദൈവം നമ്മൾ നിന്ന് ये ആഗ്രഹിക്കുന്നത്. ही एक सच्चे आराधना परमेश्वर हमसे चाह रहा है. ഹല്ലേലൂയ. അവന്റെ വചനം ധ്യാനിച്ചും और उनका वचन को पढ़कर അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് उनकी मुख की ओर ताक कर നോക്കണേ, കർത്താവിന്റെ വചനം പറയുന്നു, എൻ്റെ മുഖം അന്വേഷിപ്പീൻ, എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് ഞാൻ എൻ്റെ ഉള്ളം പറയുന്നു. परमेश्वर के वचन के अंदर लिखा है मेरा मुख को ढूंढो, मेरा मुंह को ढूंढो करके तुम्हारे से वचन आया है करके भजनकार कहता है. നമുക്ക് നോക്കാനുള്ള നമ്മൾ എപ്പോഴും നോക്കുന്നവന്റെ കൈകളിലേക്കാ. हम हमेशा परमेश्वर की हाथ की ओर देखते हैं. അയ്യാ, എനിക്ക് കിടക്കുവതക്ക് യഥാവതിരിക്ക് എനിക്ക് വല്ലതും തരാനുണ്ടോ, വല്ലതും അനുഗ്രഹം തരാനുണ്ടോ, വല്ലതും തരാനുണ്ടോ എന്ന ആ കൈകളിലോട്ട് നോക്കുന്ന നോട്ടമൊന്ന് മാറ്റി ആ തൂമുഖത്തേക്കൊന്ന് നോക്കാൻ നമ്മളൊന്ന് മനസ്സ് വെക്കുമോ? ഹല്ലേലൂയ. परमेश्वर की मुंह को देखने की बजाय क्या मिलेगा करके देखते हैं, उसकी बदले उनकी शक्ल की ओर देखो, उनकी मुख की ओर देखो. प्रभु अब क्या कह रहा है? സ്നേഹ നിമിത്തം അവിടുന്ന് തന്നെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ, प्रेम के कारण अपने आप को हमारे लिए दे दिया है तो സ്നേഹ നിമിത്തം നമ്മെ തന്നെ കർത്താവിനായി യാഗമായി സമർപ്പിക്കുന്ന ഒരു സമർപ്പണമാണ് ആരാധന. प्रेम के कारण अपने आप को संपूर्ण रीति से समर्पण करना वो ही है सच्चा आराधना. അങ്ങനെയുള്ളവർക്ക് കർത്താവിനെ സാക്ഷിക്കാതിരിക്കാൻ കഴിയുകയില്ല. ऐसा प्रेम करने वाला व्यक्ति को साक्षी दिया बिना वो जी नहीं सकता. അവരിൽ ആ സാക്ഷ്യം ഉറപ്പായിരിക്കുക. और उनके अंदर वो गवाही दृढ़ है. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവര് കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുകയാണ്. और प्रभु के बारे में वो गवाह बन के ही जा रहा है. അവര് കർത്താവിന്റെ മഹത്വത്തിനായി സൽപ്രവർത്തികൾ ചെയ്യുകയാണ്. परमेश्वर की महिमा के लिए उसका भले काम वो कर रहा है. കർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ കൂട്ടു സഹോദരനെ സ്നേഹിക്കാൻ നമുക്ക് സ്വയം കഴിയുകയില്ല. परमेश्वर से प्रेम करने वाला व्यक्ति को उनका भाई से प्रेम किया बिना नहीं बैठ सकता. പരിശുദ്ധാത്മാവിനെ നമുക്ക് കഴിയുകയുള്ളൂ. पवित्र आत्मा के द्वारा, पवित्र आत्मा जिसके अंदर है वही वो कर सकता है. കർത്താവിനെ മുഴു പ്രാണനോട് മുഴു ജീവനും വെച്ച് സ്നേഹിക്കണം. परमेश्वर से सारे प्राण और सारे जीव से प्रेम करना. കൂട്ടു സഹോദരനെ നമ്മളെ പോലെ സ്നേഹിക്കണം. और वो एक अपने भाई से अपनी समान प्रेम അതാണ് करना. സൽപ്രവൃത്തി. उसको ही भले काम करता है. കർത്താവിനെ നമ്മളെക്കാൾ സ്നേഹിക്കണം. और परमेश्वर से हमसे बढ़कर प्रेम करना. ഹല്ലേലൂയ. കർത്താവിനെ സാക്ഷിച്ചുകൊണ്ട്, परमेश्वर की गवाह बनकर, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, परमेश्वर को महिमा देकर സത്യ ആരാധകരായി ജീവിക്കാൻ. सच्चा आराधक बनकर जीने के लिए. ഹല്ലേലൂയ.
കർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കാൻ परमेश्वर से प्रेम करने वाला बनने के നമുക്ക് लिए നമ്മെ തന്നെ സമർപ്പണം എടുക്കാം. अपने आप को हम समर्पण करने के लिए करने लेगा क्या? ഹല്ലേലൂയ. हालेलुया। നമ്മുടെ കർത്താവ് വേഗം വരുന്നു. हमारा प्रभु जल्दी आ रहा है। ജീവൻ തന്ന് സ്നേഹിച്ചവൻ, जिसने प्रेम देकर हमें प्राण किया, प्रेम किया है, ജീവനേക്കാൾ അവനെ സ്നേഹിക്കുന്ന മണവാട്ടിയെ ചേർക്കുവാൻ और प्राण देकर उसको खरीदा हुआ दुल्हन को लेने के लिए കർത്താവ് എത്രയും വേഗം മടങ്ങി വരുന്നു. यीशु मसीह जल्दी से जल्दी आ रहा है। നമ്മളുടെ സ്നേഹം അവൻ കാണട്ടെ. और उनकी प्यार उसको हमको उसको देने दो। യാഗമായി അവന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ നൽകട്ടെ. उनकी हमारे लिए बलि बना हुआ परमेश्वर से आराधना करने के लिए, प्रेम करने के लिए प्रभु हमें मदद അതാണ് करे। ആത്മാവിലുള്ള ആരാധന. वही है सच्चा आत्मा की आत्मिक അതിൽ आराधना, കൂട്ടായ്മയുണ്ട്, और उसके अंदर संगति है, സ്തുതിസ്തോത്രങ്ങളുണ്ട്, और उसके अंदर अच्छा काम है, സുവിശേഷീകരണമുണ്ട്, सुसमाचार सुनाना है, അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. अन्य भाषा में परमेश्वर से बातें करना उसके अंदर सम्मिलित है। ഹല്ലേലൂയ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാ ജീവിക്കുവാൻ, और ऐसी अनुग्रहित व्यक्ति बनकर जीने के लिए, യാഗമായി ജീവിക്കുവാൻ, उनके लिए एक बलि बनकर जीने के लिए, യഥാർത്ഥ ആരാധകരാ ജീവിക്കുവാൻ सच्चा आराधक बनकर जीने के लिए സർവകൃപാലുവായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. परमेश्वर हम हर एक को सहायता करे। ഈ അവസരം ഞാൻ ദൈവത്തോട് നിങ്ങളോട് നന്ദി പറയുന്നു. और मुझे मौका दिया हुआ लोगों से और आपसे भी आभारी मान ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. धन्यवाद बोलकर परमेश्वर सबको आशीष करे, ये बोलकर बैठना चाहता हूँ।